തിരുവനന്തപുരത്ത് നാലംഗ വാഹന മോഷണ സംഘത്തെ പിടികൂടി. 20ഓളം ബൈക്കുകളാണ് സംഘം മോഷ്ടിച്ചത്. പാലായിലെ കാർമലീത്ത മഠത്തിൽ കന്യാസ്ത്രീ മരിച്ചത് മൂർച്ചയുള്ള ആയുധം കൊണ്ടേറ്റ് അടികൊണ്ടാണെന്ന് പോലീസ്. മാലപൊട്ടിക്കൽ കേസുകളിൽ പ്രതികളായ 2 യുവാക്കൾ കോഴിക്കോട് പിടിയിലായി. പട്ടാപ്പകൽ യുവാവിനെ ഒരു സംഘം ആളുകൾ കുത്തിക്കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ 14കാരൻ പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം വക്കത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അഖിലേന്ത്യാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനമാണ് കേരളത്തിൽ. ഈ കണക്ക് സംബന്ധിച്ച് വലിയ തർക്കവിതർക്കങ്ങളുണ്ട്. സാക്ഷരതയിലും ക്രമസമാധാന സംവിധാനങ്ങളിലുമൊക്കെ ഇന്ത്യയിൽ മുന്നിലായ കേരളത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ കുറ്റങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും രേഖപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ബ്യൂറോയുടെ കണക്കിൽ കേരളം മുന്നിലായത് എന്നാണ് കേരള പോലീസിന്റെ വിശദീകരണം. ഹലോ ഹലോ ആ മായ, ഞാനിതാ ബസ് സ്റ്റാൻഡിനടുത്തൊരു ബേക്കറിയിലാണ് ഉള്ളത്. നീ ഇവിടെ എന്തെടുക്കുക? എടി മായ, എൻ്റെ കാറും കൊണ്ട് ജസ്റ്റിൻ പോയേക്കുക. ഞാനിത് അവനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതാ ഞാൻ പറഞ്ഞേ, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. ഇന്ന് 11 മണിക്കല്ലേ നമ്പ്യാർ സാർ വരാമെന്ന് പറഞ്ഞത്? കാറില്ലാതെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത്? പോരാത്തതിന് എൻ്റെ കയ്യിൽ ഇത്രയും ക്യാഷുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ? ഓക്കെ, നീ എത്ര രൂപയാണ് നമ്പ്യാർ സാറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 10 ലക്ഷം രൂപയുണ്ട്. നമുക്ക് ഇത്തവണത്തേക്ക് അത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ? നീ ഒരു പണി ചെയ്യ, നീ കാറ് വരാൻ അവനെയും കാത്തു നിൽക്കണ്ട. നിനക്ക് ആ ഫസ്റ്റ് സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് കട്ട് വഴിയില്ലേ, അതുവഴി ഇങ്ങ് വാ. ശരി, ഞാനിതാ വരുന്നു. அண்ணே, இங்கேருந்து கிளம்பிட்டண்ணே. மனம் சலித்தேனடா இந்த வயதினிலே, மனம் சலித்தேனடா இந்த வயதினிலே, இந்த வாழ்க்கை ஏனடா வனவாசம் தானடா, இது யாரு சாபமோ நான் செய்த பாவமோ, மனம் சலித்தேனடா இந்த வயதினிலே. இறைவா, உனக்கு பல சக்திகள் இருக்கு, எனக்கு சொந்தம் சொல்ல என்ன இருக்கு, மனமும் இருக்கு, நல்ல குணமும் இருக்கு, நான் மண்ணில் வாழ என்ன வழிதான் இருக்கு, என்னை படைத்த இறைவனே என்னை பறித்து கொள்ளையா, என்னை வளர்த்த தெய்வமே வாழ வழி சொல்லையா, இந்த வீணான உலகத்திலே வாழ்வதேனையா, மனம் சலித்தேனடா இந்த வயதினிலே, இந்த வாழ்க்கை ஏனடா வனவாசம் தானடா, இது யாரு சாபமோ நான் செய்த பாவமோ, மனம் சலித்தேனடா இந்த வயதினிலே. எந்த இசையில் இன்பம் என் வாழ்க்கையில் துன்பம், என் உள்ளம் முருகம் வாழ்வில் துன்பம் பெருகும், எந்த நெஞ்சம் துடிக்கும் எந்த ரத்தம் கொதிக்கும், என் துன்பத்தையே மனம் பாட்டாய் படிக்கும், என் இதய கோவிலே அமைதி தர மறுத்ததே, என் மன கோட்டையே மனதில் இடிந்து விழுந்ததே, என் அழகான வாழ்க்கை இன்று அழிந்து போனதே, மனம் சலித்தேனடா இந்த வயதினிலே, இந்த வாழ்க்கை ஏனடா வனவாசம் தானடா, இது யாரு சாபமோ நான் செய்த பாவமோ,
மனம் சலித்தேனடா இந்த வயதினிலே, மனம் சலித்தேனடா இந்த வயதினிலே, மனம் சலித்தேனடா இந்த வயதினிலே. നമസ്കാരം, കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലാണ് ഒരു മലയാളി കൊല്ലപ്പെട്ടത്. കല്യാണി എന്ന 6 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ മുഖ്യപ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന റിട്ടയർഡ് ജസ്റ്റിസ് രാമസ്വാമിയുടെ മകൻ രാം ആണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. രാം കഴിഞ്ഞ 2 ദിവസമായി ജാമ്യത്തിലിറങ്ങിയ അവസരത്തിലാണ് ഈ ദാരുണ അന്ത്യം. കല്യാണി പീഡന കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഓഫീസർ നമ്പ്യാർ സാർ നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നു. നമ്പ്യാർ സാർ, പറയൂ.